ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് തീർത്തും അവ്യക്തമായ കാര്യമാണ്. ബ്രസീലിയൻ മാധ്യമങ്ങൾ എല്ലാവരും പറയുന്നത് കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ ദിവസം കൂടുന്തോറും കുറഞ്ഞു വരികയാണ് എന്നുള്ളതാണ്. നെയ്മറെ ആഞ്ചലോട്ടി പുറത്താക്കിയാലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ബ്രസീലിന്റെ ടീമിൽ അവസാന നിമിഷം ഇടം നേടാം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നെറ്റോ നടത്തിയിട്ടുണ്ട്. അതായത് ബ്രസീലിലെ ഒരു ജേർണലിസ്റ്റാണ് നെറ്റോ. അദ്ദേഹം പറഞ്ഞത് ബ്രസീലിലെ പ്രമുഖ മാധ്യമമായ കെയ്സ് ടിവിയിൽ നെയ്മർ ജൂനിയർ കമന്ററി പറയാൻ ഉണ്ടാകും എന്നുള്ളതാണ്. വേൾഡ് കപ്പ് ടീമിൽ നെയ്മർ ജൂനിയർക്ക് ഇടം ലഭിച്ചിട്ടില്ലെങ്കിൽ ബ്രസീലിലെ കമന്റേറ്റർ ആയിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് നെറ്റോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാനിത് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. നെയ്മർ വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടിയിട്ടില്ലെങ്കിൽ കമന്ററി പറയാൻ അദ്ദേഹം ഇവിടെ ഉണ്ടാകും. കേസ് ടിവിയിൽ അദ്ദേഹം കമന്റേറ്റർ ആയിക്കൊണ്ട് ഉണ്ടാകും എന്ന ഇൻഫർമേഷൻ ആണ് നിങ്ങൾക്ക് നൽകാനുള്ളത്. ഇതാണ് നെറ്റോ ഇന്നലത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആശങ്ക നൽകുന്ന കാര്യമാണ്. കാരണം ഒരു കമന്റേറ്റർ ആയിക്കൊണ്ടല്ല നെയ്മറെ കാണേണ്ടത്, മറിച്ച് വേൾഡ് കപ്പിലെ ഒരു പ്രധാനപ്പെട്ട താരമായിക്കൊണ്ടാണ് നെയ്മറെ കാണേണ്ടത്. ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം നെയ്മർ നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്തെന്നാൽ അടുത്ത ഫ്ലമങ്കോക്കെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ നെയ്മർക്ക് കഴിയില്ല എന്നുള്ളതാണ്. സസ്പെൻഷനാണ്. നെയ്മർ ഒരു നിർണായക മത്സരമായിക്കൊണ്ട് പരിഗണിച്ച ഒരു മത്സരമായിരുന്നു ഫ്ലമങ്കോക്കെതിരെയുള്ള മത്സരം. എന്നാൽ സസ്പെൻഷൻ കാരണം അത് നെയ്മർക്ക് നഷ്ടമാവുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.